ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഗേൾസിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്തേക്കണേ. അതേപോലെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറച്ച് നാളായിട്ട് ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോ ഇടാറില്ല. കാരണം കുറച്ച് തിരക്കുകളാണ്. അത് മാത്രമല്ല ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ് ഞാൻ കുറച്ച് ലാഗായി പോയത്. അപ്പൊ നമുക്കിന്ന് ടോപ്പിക്കിലോട്ട് പോകാം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പീരിയഡ്സ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു രോഗമല്ലല്ലോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. ഗേൾസിനെ എഫക്ട് ചെയ്യുന്ന ഒരു മാറ്റർ ആണല്ലോ ഈ പീരിയഡ്സ്. അപ്പൊ പീരിയഡ്സിൽ നമുക്ക് ചിലവർക്ക് അസഹനീയമായ വയറ്റുവേദന ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ ഭയങ്കര പെയിൻ ആയിട്ട് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷൻസിലൂടെ പോകുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്കിന്ന് വയറുവേദന നിങ്ങൾക്ക് കഠിനമായിട്ട് പീരീഡ് സമയത്ത് ഉണ്ടാകും. അപ്പൊ ആ വയറുവേദന കഠിനമായിട്ട് എന്താണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ കുറച്ച്, അതായത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കുറച്ചേ പറയത്തുള്ളൂ. അതെനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വയറുവേദനയെ നമ്മൾ പൊതുവെ രണ്ടായിട്ട് തിരിക്കും. ഒന്നാമത്തത് പ്രൈമറി എന്നും രണ്ടാമത്തത് സെക്കൻഡറി എന്നാണ് പറയുന്നത്. ഡോക്ടേഴ്സിന്റെ ഇതിൽ പറയുന്നതാണ്. അതിനെ പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ചുരുക്കി പറയാം. ഒന്നാമത്തെ പ്രൈമറി വയറുവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി നമ്മുടെ പീരിയഡ്സ് ടൈം ഉണ്ടല്ലോ, പീരിയഡ്സിന്റെ ആ 7 ദിവസം അല്ലെങ്കിൽ 12 ദിവസം മാത്രമേ നമുക്ക് പെയിൻ കാണത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് പീരിയഡ് സമയത്ത് മാത്രമേ കാണത്തുള്ളൂ നമ്മുടെ പേശികളും പിന്നെ നമ്മുടെ വയറ്റിനകത്തുള്ള നമ്മളെ അണ്ടാശയം പിന്നെ നമ്മളെ വജീനിയ പാർട്സ് അങ്ങനെയുള്ള സംഭവത്തിലൊന്നും ഒരു കുഴപ്പവും കാണത്തില്ല. നോർമലി നമുക്ക് വയറുവേദന വരുന്നതായിരിക്കും, അത്യാവശ്യം ബ്ലീഡിങ് ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ വയറ്റുവേദന എന്ന് പറയുന്നത് സെക്കൻഡറി വയറ്റുവേദനയാണ്. ആ വയറുവേദനയിൽ നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വയറുവേദന കാണും, അതേപോലെ തന്നെ നല്ല ബ്ലീഡിങ്ങും കാണും. നമ്മളിപ്പം 100 പെൺപിള്ളേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 10% പിള്ളേർക്കായിരിക്കും ഈ സെക്കൻഡറി രീതിയിൽ കാണപ്പെടുന്നത്. അതായത് നമുക്ക് അങ്ങനെ വയറുവേദന വരാൻ കാരണം എന്തെന്നാണ്, ഈ പോയിന്റാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. നമുക്ക് അങ്ങനെ കഠിനമായിട്ട് വയറുവേദന വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിനകത്ത്, അതായത് നമ്മുടെ അണ്ടാശയത്തിനകത്ത് കുറച്ച് കോശങ്ങളുണ്ട്. ആ കോശങ്ങൾ നമ്മുടെ വയറ്റിന് പുറത്തല്ല, നമ്മുടെ അണ്ടാശയത്തിന് പുറത്ത് വളർന്നു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ വേദനയായിട്ട് മാറും. അത് നമുക്ക് അസുഖമായിട്ടാണ് മാറുന്നത്. അപ്പൊ അങ്ങനെ കഠിനമായിട്ട് വയറുവേദന ഈ സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡറി ആണ് അനുഭവപ്പെടുന്ന പീരിയഡ് സമയത്ത് നല്ല വയറുവേദന ഉണ്ടാവുകയും, ഈ വയറുവേദന ഉണ്ടാകുന്ന സമയം എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് പീരിയഡ്സ് തുടങ്ങുമല്ലോ, തുടങ്ങുന്നതിന് ഒരു 10 ദിവസം 20 ദിവസം മുന്നേ നമുക്ക് വേദന ഉണ്ടാവും. ആ വേദന അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല ബ്ലീഡിങ്, ചില പിള്ളേരൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ ട്രിപ്പൊക്കെ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഗൈനക്കിനെ കണ്ടിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങൾ കാണണം. കണ്ട് നിങ്ങൾ അതേ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കണം. ചിലപ്പം നമുക്ക് നമ്മുടെ വയറ്റിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഗ്രന്ഥിക്കൊക്കെ ഈ പീരിയഡ് സമയത്തുള്ള പ്രവർത്തനരഹിതം ആയി മാറുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ അസഹ്യമായ വേദന വരുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ തന്നെ കാണണം. അല്ലാതെ നിങ്ങൾ ഒരു പൊടിക്കൈയും ചെയ്യാൻ നിൽക്കരുത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് വയറുവേദന വരുന്നത് ഒന്നുകിൽ പൊതുവെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കോപ്പർട്ടി ഇടുന്നവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, പിന്നെ നമ്മളെ ഗർഭപാത്രത്തിന് വീക്കോ അല്ലെങ്കിൽ നീരുന്നൊരു PID അങ്ങനെ എന്തോ അങ്ങനെയാണ്, PID എന്നൊരു അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇത് വരാം. അപ്പൊ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു രീതിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് കഠിനമായിട്ട് നിങ്ങൾക്ക് വയറുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഡോക്ടറിനെയാണ് കാണേണ്ടത്. നിങ്ങൾ വേറെ ഒന്നിനും നിൽക്കരുത്. ഓക്കെ, ഒരു ടോപ്പിക്കാണ് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടോപ്പിക്കാണ് അടുത്തത്. അതായത് നമുക്ക് സ്മെല്ലുണ്ടല്ലോ, പീരിയഡ് സമയത്ത് വരുന്ന സ്മെല്ല് എങ്ങനെ മാറ്റാം, അതിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ പീരിയഡ് സമയത്ത് നമ്മുടെ അതായത് ഒരു സൈക്കിൾ ആണല്ലോ, ആ സൈക്കിൾ പോലെ നമ്മുടെ പീരിയഡ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഹോർമോൺസും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭ്രൂണം പൊട്ടിയിട്ട് നമുക്ക് പുറന്തള്ളപ്പെടുന്ന സമയമാണ്. അപ്പോഴത്തേക്കും നല്ല ബാഡ് സ്മെല്ലായിരിക്കും. ഈ സ്മെല്ല് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹൈജീൻ ആണ് ഒന്നാമത്തെ കാര്യം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുക,
നന്നായിട്ട് കുളിക്കുക. ഒരു ദിവസം ഒരു പീരിയഡ്സ് ആവുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 3 തവണയെങ്കിലും കുളിക്കുക. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ദേഹം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അതാണ് നമുക്ക് ഒന്നാമത്തെ കാര്യമായിട്ട് സ്മെല്ല് മാറ്റാൻ വേണ്ടി ചെയ്യാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്റിമേറ്റ് ഏരിയ നമ്മൾ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യരുത്. അതായത് നമുക്ക് ഈ മാർക്കറ്റിൽ വി വാഷ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇന്റിമേറ്റ് വാഷ് കിട്ടും. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ സോപ്പ് ഉപയോഗിച്ച് അധികം നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ നോർമൽ വാട്ടറിൽ വേണം വാഷ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ചൂട് വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇറിറ്റേഷൻസും കാര്യങ്ങൾക്കൊക്കെ കാരണം അതും ബാഡ് സ്മെൽ ആവാൻ ആവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് എന്താ പറയാ, ഇപ്പം നല്ലൊരു വി വാഷ് അല്ലെങ്കിൽ നല്ലൊരു ഇന്റിമേറ്റ് വാഷ് മേടിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന കാര്യം, അതായത് പാഡ് ഉണ്ടല്ലോ, നമ്മളിപ്പോ പാഡ് ഉപയോഗിക്കുന്നവരുണ്ടാവും. അതേപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവരും ഉണ്ട്. അപ്പൊ പേഡ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2.5 മണിക്കൂർ അതിൽ കൂടുതൽ നിങ്ങൾ പാഡ് വെക്കേ ചെയ്യരുത്. 2.5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പാഡ് മാറ്റണം. ഒരു ദിവസം നിങ്ങൾ 2.5 മണിക്കൂർ കൂടുതൽ ഒരു പാഡ് വെക്കാൻ പാടില്ല. കാരണം പാഡ് നിറഞ്ഞിട്ട് ബ്ലീഡിങ് പുറത്ത് വന്നിട്ടൊക്കെ സ്മെല്ല് ഉണ്ടാവാറുണ്ട്. പാഡ് നിറഞ്ഞാലും ബ്ലീഡിങ്ങിന് സ്മെല്ല് ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മുടെ ഡ്രസ്സ് വരെ നാറും. അപ്പൊ അത് നാറാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2.5 മണിക്കൂർ വെച്ച് മാറുക. അതേപോലെ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 4.5 മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളത് വീണ്ടും വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഉള്ളത് എന്ന് വെച്ചാൽ പിന്നെ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഫുഡ് കഴിക്കുക. ഫുഡ് നമ്മൾ ഈ പീരിയഡ് സമയത്ത് വയറുവേദനയാണ് നമ്മൾ ആരും കഴിക്കാറില്ല. ഈ പറയുന്ന ഞാൻ പോലും കഴിക്കാറില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നല്ല പോലെ നിങ്ങൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ പുറത്ത് ഫാറ്റ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒരുവിധം മാറും. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. ഇത് മസ്റ്റാണ്. പീരിയഡ് സമയത്തായാലും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ പീരിയഡ് സമയത്ത് ഉണ്ടാകുന്ന ബാഡ് സ്മെൽസ് കൂടുതലും ഒഴിവാക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞും നിങ്ങൾക്ക് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പെർഫ്യൂം എടുത്തടിക്കുക, അതേ പറ്റൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഈ പീരിയഡ്സിന്റെ പെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പീരിയഡ്സിന്റെ പെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്നൊരു ടോപ്പിക് ഉണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഈ പീരിയഡ്സിന്റെ പെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത്തത്, നിങ്ങൾ കുറച്ച് ചൂടുവെള്ളത്തിൽ പെരിഞ്ജീരകവും ജീരകവും ഇഞ്ചിയും നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് അരിച്ചെടുത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിലീഫ് ഉണ്ടാവും. വയറുവേദന എപ്പോൾ ഉണ്ടോ നിങ്ങൾ അപ്പം അത് ട്രൈ ചെയ്ത് നോക്കും, നല്ല റിലീഫ് ഉണ്ടാവും. എനിക്ക് നന്നായിട്ട് റിലീഫ് കിട്ടുന്ന ഒരു റെമഡിയാണത്. ഇഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പൊ അത് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ അല്പം നമ്മുടെ ശരീരത്തിന് കേടുണ്ടാക്കുന്നതാണ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് തിന്നുന്നത് നിങ്ങൾക്കൊരു റിലീഫ് കിട്ടും. എക്സസൈസ് ഉണ്ട് കേട്ടോ, എക്സസൈസ് ചെയ്യുന്നതും നല്ലൊരു എന്താ പറയാ റിലീഫ് കിട്ടും. അത് എങ്ങനെയത്തെ എക്സസൈസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ 2 വിരൽ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരു എന്താ പറയാ ഒരു മസാജിങ് പോലെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ വെച്ചല്ലോ, വിരൽ വെച്ചിട്ട് നിങ്ങൾ 2 വിരൽ എടുക്കുക. നിങ്ങളുടെ 2 വിരൽ എടുത്തിട്ട് കട ഇത് 2 പോയിന്റ് ഉണ്ട് ഇവിടെ. ആ പോയിന്റിൽ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഇങ്ങനെ 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 പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു റിലീഫ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ കൈയിന്റെ ബാക്ക് ഇവിടെ ഉണ്ടല്ലോ, ഈ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ 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 നല്ല രീതിക്ക് മസാജ് ചെയ്യണമെങ്കിൽ നല്ലൊരു റിലീഫ് കിട്ടും. പറയുന്നതാണ്, പക്ഷേ എനിക്ക് അത്ര ആപ്റ്റായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് മറ്റേ ഞാൻ പറഞ്ഞ ഡ്രിങ്ക് ഉണ്ടല്ലോ, ആ ഡ്രിങ്ക് കുടിക്കുന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യം. പിന്നെന്ന് വെച്ചാൽ ഹോട്ട് വാട്ടർ വെക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലോ. നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹോട്ട് വാട്ടർ പാക്കറ്റുകളുണ്ടല്ലോ, അപ്പം പാക്ക് ഉണ്ടല്ലോ, ആ പാക്ക് മേടിച്ചിട്ട് കുറച്ച് ചൂടുള്ള അതിൻ്റെ അകത്താക്കിയിട്ട് നിങ്ങളുടെ വയറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, നല്ല റിലീഫ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഒട്ടും വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയിൻ കില്ലേഴ്സ് ആയിട്ട് പാരസെറ്റമോൾ ഉണ്ടല്ലോ, പാരസെറ്റമോൾ നിങ്ങൾക്ക് പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്യാം. അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിലീഫ് ഉണ്ടാവും. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ പീരിയഡ് സമയത്ത് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അതെങ്ങനെ നമുക്ക് മാറ്റാനാണ്. ഈ ഇറിറ്റേഷൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, നമ്മളിപ്പം പാഡ്സും കാര്യങ്ങളൊക്കെ മാറ്റാതെ നമ്മളിങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളിത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ മാറും.
ഇറിറ്റേഷൻ മാറിയിട്ട് നിങ്ങളുടെ ബോഡി നല്ല ഹൈജീൻ ആവുകയും നല്ല രീതിക്ക് വി വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതിനെ പറ്റിയെങ്കിലും ഏതെങ്കിലും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയോ മറ്റെന്തിനെങ്കിലും പറ്റിയോ നിങ്ങൾക്ക് വീഡിയോ ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ കമന്റ് ബോക്സിൽ വന്നിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ.